നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ സ്പേസിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങളുടെ എല്ലാം തന്നെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്, ബിറ്റ് കോയിനിലായാലും മറ്റ് ഓൾട്ട് കോയിൻസിലായാലും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ഈ ഒരു ബിയർ മാർക്കറ്റിൽ ഒരുപാട് പുതിയ ആളുകൾ ക്രിപ്റ്റോ സ്പേസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വലിയ വലിയ കമ്പനികൾ ക്രിപ്റ്റോയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മുൻപുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ഒരു ബിയർ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുൾ മാർക്കറ്റ് വരുമ്പോൾ അവിടെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും. ആ രീതിയിൽ കാനഡയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് KPMG ഫേം ആഡ്സ് ബിറ്റ്കോയിൻ ആൻഡ് എതേറിയം ടു ഇറ്റ്സ് ട്രഷറി റിസർവ്സ്. 8,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന കാനഡയിലെ ഒരു ഫൈനാൻഷ്യൽ ഫേം ആണ് KPMG എന്ന് പറയുന്നത്. അവരുടെ പബ്ലിക് ട്രഷറിയിലേക്ക് ബിറ്റ് കോയിനും എതേറിയവും ആഡ് ചെയ്തിരിക്കുകയാണ്. എത്ര ബിറ്റ് കോയിനും എത്ര എതേറിയവുമാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ക്രിപ്റ്റോയിലുള്ള അവരുടെ ഏറ്റവും ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്. അപ്പോൾ പുതിയ ഒരു കമ്പനി കൂടെ ക്രിപ്റ്റോ സ്പേസിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ഒരു അഡോപ്ഷനാണ് ക്രിപ്റ്റോ സ്പേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ തീർച്ചയായിട്ടും ബിറ്റ് കോയിൻ്റെ പ്രൈസിലായാലും മറ്റ് ഓൾട്ട് കോയിൻസിൻ്റെ പ്രൈസിലായാലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. റഷ്യ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്യില്ല, ക്രിപ്റ്റോ കറൻസി മൈനിങ് ഒന്നും ബാൻ ചെയ്യില്ല, പകരം ഒരു റെഗുലേഷൻ ആയിരിക്കും കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് റഷ്യ കുഡ് കളക്ട് 1 ട്രില്യൺ റൂബിൾ ഇൻ ക്രിപ്റ്റോ ടാക്സ്. ഏകദേശം 1 ട്രില്യൺ റൂബിളാണ് ക്രിപ്റ്റോ ടാക്സ് വഴി റഷ്യ കളക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം $214 ബില്യൺ വാല്യൂ വരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്കണോമീസിൽ ഒന്നാണ് റഷ്യ എന്ന് പറയുന്നത്. ഏകദേശം 17 മില്യൺ റഷ്യൻസിനും ക്രിപ്റ്റോ വാലറ്റുകളുണ്ട്. മാത്രമല്ല റഷ്യയുടെ GDPയിലെ ഒരു 15% ക്രിപ്റ്റോയിൽ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസിക്ക് ഒരു റെഗുലേഷൻ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ബാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്ന പല കൺട്രീസും ക്രിപ്റ്റോ കറൻസിക്ക് ഒരു റെഗുലേഷനിലേക്ക് മാറാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. നമ്മുടെ ഇന്ത്യ ക്രിപ്റ്റോ കറൻസിക്ക് ഒരു ടാക്സ് കൊണ്ടുവന്ന പോലെ തന്നെ പല രാജ്യങ്ങളും ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറാനായിട്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. കൺട്രീസ് എല്ലാം തന്നെ ക്രിപ്റ്റോ കറൻസി ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല ബിറ്റ് കോയിനെ റഷ്യ ഒരു ലീഗൽ കറൻസി ആയിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പേപ്പാൽ എന്ന് പറയുന്ന കമ്പനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് എൻ്റർ ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേപ്പാൽ എസ്റ്റാബ്ലിഷസ് അഡ്വൈസറി കൗൺസിൽ ഫോർ ക്രിപ്റ്റോ ആൻഡ് ബ്ലോക്ക് ചെയിൻ. ക്രിപ്റ്റോനെ പറ്റിയിട്ടും ബ്ലോക്ക് ചെയിനെ പറ്റിയിട്ടും ഡിജിറ്റൽ അസറ്റുകളെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ട് പരിശോധിക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠനങ്ങൾ നടത്താനായിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ ടീമിനെ തന്നെ അവർ നിയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉടനെ തന്നെ പേപ്പാലിൻ്റെ ഒരു എൻട്രി ക്രിപ്റ്റോ സ്പേസിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ടും സാധിക്കുന്നതാണ്. മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളിൽ വളരെയധികം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് സാൻഡ് ബോക്സ് എന്ന് പറയുന്നത്. ഒരുപാട് വലിയ കമ്പനികൾ സാൻഡ് ബോക്സുമായിട്ട് ചേർന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉബിസോഫ്റ്റ് ബ്രിങ്ങിങ് റാബിറ്റ്സ് ടു ദ സാൻഡ് ബോക്സ് എതേറിയം മെറ്റാവേഴ്സ് ഗെയിം. ഉബിസോഫ്റ്റ് എന്ന് പറയുന്ന വീഡിയോ ഗെയിം പബ്ലിഷർ റാബിറ്റ്സ് ഫ്രാഞ്ചൈസിനെ സാൻഡ് ബോക്സിൽ വരാൻ പോകുന്ന എതേറിയം ബേസ്ഡ് മെറ്റാവേഴ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉബിസോഫ്റ്റിന് ഒരു വെർച്വൽ ലാൻഡും ഈ ഒരു ഗെയിമിനകത്ത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സാൻഡ് ബോക്സിന് വളരെ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഈ ഒരു വർഷം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലുള്ള കിടിലൻ കാര്യങ്ങളാണ് സാൻഡ് ബോക്സിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോയിനുകൾ ഏതൊക്കെയാണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചവരോടെല്ലാം തന്നെ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് Web3 കാറ്റഗറിയിലുള്ള കോയിൻസ് കൂടുതലായിട്ട് നോക്കിക്കോ എന്നുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും Web3 എന്ന് പറയുന്നത് Web3 കാറ്റഗറിയിലുള്ള കോയിൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ വരും വർഷങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള ഗ്രോത്ത്, നമ്മൾ ചിന്തിക്കാവുന്നതിനേക്കാളും അപ്പുറത്തേക്കുള്ള ഒരു ഗ്രോത്ത് സംഭവിക്കാൻ പോകുന്ന പ്രൊജക്റ്റുകളാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൽക്കെമി ജോയിൻസ് Web3 ഡെക്കാക്കോൺസ് ക്ലബ് ഫോളോയിങ് $200 മില്യൺ ഫണ്ടിങ്. ആൽക്കെമി എന്ന് പറയുന്നത് ഒരു Web3 ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. ഏകദേശം $200 മില്യൺ ഒരു പുതിയ റൗണ്ടാണ്, ഒരു പുതിയ ഫണ്ടിങ് റൗണ്ടാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു ഫണ്ടിങ്ങോട് കൂടിയിട്ട് ഈ കമ്പനിയുടെ മൂല്യം $10.2 ബില്യൺ ആയിട്ട് ഉയരും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു $10.2 ബില്യൺ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഈ ഒരു കമ്പനി ഉയർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ഫണ്ടിങ് റൗണ്ടിന് നേതൃത്വം നൽകാൻ പോകുന്നത് വെഞ്ചർ ക്യാപിറ്റൽ ഫേമായിട്ടുള്ള ലൈറ്റ് സ്പീഡും
അമേരിക്കൻ ഗ്ലോബൽ പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനമായിട്ടുള്ള സിൽവറിലേക്കും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Web3 റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ, Web3 കാറ്റഗറിയിൽ വരുന്ന പ്രൊജക്റ്റുകളിൽ വളരെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് വരും വർഷങ്ങളിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ഈ ഒരു ഏർലി സ്റ്റേജ്, അതായത് ഈ ഒരു സ്റ്റേജ് നമ്മൾ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് Web3 പ്രൊജക്റ്റുകളിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ കാണാം.